ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ 36 ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറങ്ങിയതിന് ശേഷം സത്യത്തില് എമ്പുരാൻ അതിന്റെ ഒന്നും കേൾക്കുന്നില്ല. എമ്പുരാനെ കുറിച്ച് നമ്മളൊന്നും കേൾക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടോ. കുറച്ച് 2-3 ദിവസമായിട്ട് ഒരു ന്യൂസ് എമ്പുരാനെ കുറിച്ച് കേൾക്കാത്ത പോലെ തോന്നുന്നു. അതിനിടയ്ക്ക് ഞാൻ 1-2 ഇന്റർവ്യൂസ്, മുരളി ഗോപിയുടെ ഇന്റർവ്യൂ, നമ്മളെ സുജിത് വാസുദേവ്, എമ്പുരാന്റെ ക്യാമറാമാന്റെ ഇന്റർവ്യൂ, അങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് കണ്ടപ്പോൾ അന്ന് കിട്ടിയ 1-2-3 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എമ്പുരാനില് നമ്മള് ഇപ്പൊ അമീർ ഖാന്റെ സിസ്റ്റർ ഒരു റോള് ചെയ്യുന്നുണ്ട്. അതേപോലെ എറിക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് ആക്ടർ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്യാമിയോ പ്രതീക്ഷിക്കാമോ എമ്പുരാനിൽ? ആരാണെന്ന് പറയണ്ട, എസ് ഓർ നോ കിട്ടിയാ മതി. ഉണ്ടാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കാൻ സ്റ്റിൽ ഉണ്ട്. നമ്മൾ 36 ക്യാരക്ടർ പോസ്റ്റ് വന്നു, എന്നാൽ പോലും ഇനി നമ്മൾ അറിയാത്ത ഒരുപാട് സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. മേ ബി ഒരു ട്രെയിലർ വരികയാണെങ്കിൽ അതിൽ റിവീൽ ആകുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും അത്. സോ എന്തൊക്കെയായാലും നമുക്ക് മുന്നേ ഉള്ള കുറച്ച് റൂമേഴ്സുകളാണ്. അതിലൊന്നായിരുന്നു മമ്മൂക്ക സിനിമയിലുണ്ട് എന്നുള്ളത്. ഡോൺലി എന്ന് പറഞ്ഞ കൊറിയൻ ആക്ടർ, കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന നമ്മളെ സ്വന്തം ഡോൺലി ഇതിലുണ്ട് എന്നുള്ള റൂമർ, അങ്ങനെ കുറച്ച് റൂമേഴ്സ് ഉണ്ട്. എന്നാൽ ഈ 2 റൂമേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ള വെച്ചാൽ, ഒന്ന് മമ്മൂക്ക ഇതിലുണ്ടോ എന്നുള്ള കാര്യം സ്റ്റിൽ എനിക്ക് ഭയങ്കര സംശയം, ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാരണം പൃഥ്വിരാജിനോട് ഒരു ഇന്റർവ്യൂല് ആ ഫോട്ടോയിൽ, അതായത് നമ്മൾ ഒരു ഡ്രാഗന്റെ പ്രിന്റ് ഉള്ള ഷർട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആൾ മമ്മൂക്കയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം മമ്മൂക്ക സിനിമയിൽ ഇല്ല എന്നാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഡൗട്ടാണ്. കാരണം പൃഥ്വിരാജ് ആയതുകൊണ്ട്, കാരണം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആ തിരിഞ്ഞു നിൽക്കുന്ന ആൾ മമ്മൂക്കയാണോ എന്നായിരുന്നു. അപ്പൊ അതിനല്ല എന്നുള്ള റിപ്ലൈ ആണ് അദ്ദേഹം പറഞ്ഞത് ഒരു ബോളിവുഡ് ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂല്. കാരണം മേ ബി ഇനി സിനിമയിൽ അദ്ദേഹം ഉണ്ട്, ആ തിരിഞ്ഞു നിൽക്കുന്ന അദ്ദേഹമല്ല എന്നാണോ പൃഥ്വിരാജ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അറിയില്ല. കാരണം ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം, മമ്മൂക്കയുടെ കാര്യം പറയാനുള്ള കാരണം വരുന്നില്ല. നമ്മുടെ മുരളി ഗോപിയോട് ഈ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ ഒരു ആങ്കർ മമ്മൂക്കയുടെ ശബ്ദമായിട്ടെങ്കിലും ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുരളി ഗോപി റിപ്ലൈ പറഞ്ഞത് ചിരിച്ചും കൊണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല, അതിന് ആൻസർ ഞാൻ പറയുന്നില്ല എന്നുള്ള ഒരു റിപ്ലൈ ആണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ, ഇല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ആക്ടർ അതിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് പറയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് പൃഥ്വിരാജ് ആണെങ്കിൽ മുരളി ഗോപിയാണ്. കാരണം ഹൈപ്പ്, മലയാളത്തിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ എമ്പുരാനാണ്. എന്നാൽ പോലും പൃഥ്വിരാജ് മുരളി ഗോപി എന്നാല് ഒരു ഹൈപ്പ് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല അവരെ വാക്കുകളിൽ കൂടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മമ്മൂക്ക ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെ റിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സംശയം, മമ്മൂക്ക ഇനി ഉണ്ടോ? മേ ബി ഇനി എമ്പുരാനിൽ മമ്മൂക്ക ചെറിയൊരു ഗ്ലിംസ് ആയിട്ട് വന്നിട്ട്, അതായത് നമ്മളെ ലൂസിഫർ 3 മമ്മൂക്ക ഒരു മുഴുനീള കഥാപാത്രമായി ലാലേട്ടൻ കൂടെ നിൽക്കുന്ന കഥാപാത്രമായിട്ട് ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ഡൗട്ട് എനിക്ക് സത്യസന്ധമായിട്ടുണ്ട്. കാരണം ഇവര് പല ഇന്റർവ്യൂവിലും മുരളി ഗോപി ഞങ്ങള് മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത പോലെ കേട്ടിട്ടുണ്ട്. സോ അത് മേ ബി അത് എമ്പുരാനെ കുറിച്ചോ ലൂസിഫർ 3-ാം ഭാഗത്തിനെ കുറിച്ചോ ആണോ അല്ലെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അത് അതിലൊരു സസ്പെൻസ് ആയിട്ട് നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കത് മേ ബി ഉടനെ അറിയാം, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് അറിയാം. എന്തായാലും കുറച്ച് ദിവസമുള്ള സിനിമ ഇറങ്ങാം. അതുപോലൊരു സംഭവമാണ് ഡോൺലിയുടെ ക്യാരക്ടർ. അത് ഞാൻ പേഴ്സണലി പറയുന്നത് എന്താ വെച്ചാൽ, ഡോൺലി ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ യൂസ് ചെയ്തൊരു വേർഡ് തന്നെയാണ് എനിക്ക് കാരണം. എർത്ത് ഷേറ്ററിംഗ് സ്റ്റാർസ് ഒന്നും ഇതിലില്ല, എന്നാലും സ്റ്റാർസ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ എർത്ത് ഷാറ്ററിംഗ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഡോൺലി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ പഞ്ച് കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുകൊണ്ടും. മാത്രമല്ല, ഡോൺലിനെ പോലത്തെ ഒരു ആക്ടർ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, കാരണം ഈ ഡോൺലി നമ്മൾ കൊറിയൻ ലാലേട്ടൻ എന്ന് പോലും വിളിക്കാൻ കാരണം എന്താ വെച്ചാല്, അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചറും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗ് ആണ്. അതായത് ഒരു സ്ക്രീൻ പ്രസൻസ് നമ്മൾ പറയില്ലേ, ഒരു സ്ക്രീനിൽ ഒരാൾ വന്നു നിന്നാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് ലാലേട്ടനുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് അത്, ഒരു സ്ക്രീൻ പ്രസൻസ് പറഞ്ഞാല്. അത് ഭയങ്കരമായിട്ടുള്ള ആളാണ് ഈ ഡോൺലി എന്ന് പറഞ്ഞ ആക്ടർ. അപ്പം അവര് അങ്ങനെ ഒരു ആക്ടർ ഖുറേഷി എബ്രഹാമിന്റെ എതിരെ വന്ന്, ഇപ്പം നമ്മൾ ആ ഡ്രാഗൺ നമ്മൾ എസ്യൂം ചെയ്യുന്നു, കാരണം അത് ജപ്പാനീസ് ഒരു ഗ്യാങ് ആയ യാക്കോസ ഗ്യാങ്ങിലുള്ള മെമ്പർ ആണ് എന്നൊക്കെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും. സോ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ തലവനൊക്കെ ആയിട്ട് നമ്മുടെ ഡോൺലിക്ക് വരികയാണെങ്കിൽ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കും, കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടർ ഒരിക്കലും താഴ്ന്നു പോകുന്നില്ല, അവർക്ക് വിശ്വസിക്കുന്നില്ല ആര് മുമ്പിൽ വന്നാലും. പക്ഷേ ഡോൺലിനെ പോലത്തെ ഒരു വേൾഡ് ഫേമസ് ആയ ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോൾ അത് ഖുറേഷി എബ്രഹാം അല്ലെങ്കിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ കുറച്ച് മുകളിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ആക്ടറെ മേ ബി പൃഥ്വിരാജ് മേ ബി അതുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരുമോ ഇല്ലേ എന്നുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പൃഥ്വിരാജ് സയ്യിദ് മസൂദിന്റെ ക്യാരക്ടർ റിവീലിംഗ് വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ്
നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു? ഓർ വാസ് ഇറ്റ് എ മിസ്പ്ലേസ്ഡ് അസംഷൻ? എന്താ വെച്ചാല് നമ്മളെ ലൂസിഫർ എൻഡ് ചെയ്തത് ഇബ്രാഹിം ഖുറേഷിയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗ്യാങ്. അവരെ ഇതാക്കാൻ അവരെതിർത്ത് നിൽക്കണം ആരുമില്ല എന്നുള്ള പറഞ്ഞു വെക്കേ അത് സത്യമാണോ എന്നുള്ളൊരു ചോദ്യം പൃഥ്വിരാജ് ചോദിക്കുന്നത്. അതിനർത്ഥം ഉറപ്പായിട്ടും അത്രത്തോളം പവർഫുൾ ആയ അല്ലെങ്കിൽ അതിനേക്കാളും പവർഫുൾ ആയ ഒരു ഗ്യാങ് ഇബ്രാഹിം ഖുറേഷിക്കെതിരെ എമ്പുരാനിൽ നമ്മൾ കാണാൻ പോകുന്നതാണ്. അത് തന്നെയാണ് ഈ തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്ററിലുള്ള ആള്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മളിപ്പം റിവീലായ എല്ലാ ക്യാരക്ടേഴ്സിനെ കാട്ടി ഇബ്രാഹിം ഖുറേഷി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്യാരക്ടറായി വരാൻ പോകുന്ന ആൾ തന്നെയാണ് ഈ തിരിഞ്ഞു നിൽക്കുന്ന അദ്ദേഹം. ആ ഒരു ക്യാരക്ടറിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളത്. അത് ഡോൺലി ആണെങ്കിൽ ഇപ്പോഴും ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമായിട്ട് ഈ സിനിമ എന്നുള്ള ഈ പറഞ്ഞ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടെ ഒരു ഗംഭീര സംഭവം ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഡോൺലി അല്ല, നേരത്തെ റിക്യൂൺ പോലത്തെ ആക്ടേഴ്സ് ആണെങ്കിലും അതൊരു ഒരു നമ്മൾ പരിപാടി തന്നെ ആയിരിക്കും. ഇനി കുറച്ച് ദിവസമുള്ളൂ ഇനി സിനിമ ഇറങ്ങാൻ. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ള ഇതിലുള്ള പ്രതീക്ഷയും അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീണ്ടും കാണാം. ബൈ.